ദേശീയ ഉപഭോക്തൃ വാരാചരണവുമായി ബന്ധപ്പെട്ട ക്വിസിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പരിചയപ്പെടാം. ഇന്ത്യയിൽ ആദ്യമായി ഉപഭോക്തൃ സംരക്ഷണ നിയമം അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? 1986. നിലവിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഏത്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019, ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി CCPA നിലവിൽ വന്നത് എന്നാണ്? 2020 ജൂലൈ 24. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ തലവൻ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ചീഫ് കമ്മീഷണർ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ ഏത് വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് രൂപം നൽകിയത്? വകുപ്പ് 10. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ ഏത് വകുപ്പിലാണ് ഉപഭോക്താവ് ആരാണെന്ന് പറയുന്നത്? വകുപ്പ് 2 ക്ലോസ് 7. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതിനെതിരെ അന്വേഷണം നടത്താൻ അധികാരപ്പെട്ട സ്ഥാപനമേത്? കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്ന്? 2019 ഓഗസ്റ്റ് 9. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് ആകെ എത്ര അധ്യായങ്ങളുണ്ട്? 8 അധ്യായങ്ങൾ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ ആകെ വകുപ്പുകൾ എത്ര? 107 വകുപ്പുകൾ. വ്യാജമോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യത്തിലൂടെ ഉപഭോക്താവിനെ കബളിപ്പിക്കുന്നത് തടയുന്ന നിയമത്തിലെ വകുപ്പേത്? വകുപ്പ് 89. വ്യാജമോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യത്തിലൂടെ ഉപഭോക്താവിനെ കബളിപ്പിക്കുന്നതിനുള്ള ശിക്ഷ എന്താണ്? 2 വർഷം വരെ തടവോ 10 ലക്ഷം രൂപ വരെ പിഴയോ? ഇന്ത്യയിൽ ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കപ്പെടുന്ന ദിവസമേത്? ഡിസംബർ 24. എന്തിൻ്റെ സ്മരണാർത്ഥമായാണ് ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത്? 1986 ഡിസംബർ 24 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നതിൻ്റെ. ലോക ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിക്കുന്ന ദിവസമേത്? മാർച്ച് 15. ഇന്ത്യയിലെ ഉപഭോക്തൃ കോടതികളുടെ ഘടനയേത്? ത്രിതല ഘടന. ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഉപഭോക്തൃ കോടതികളേത്? ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഘടനയെന്ത്? പ്രസിഡന്റും 2 അംഗങ്ങളും. എത്ര രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിൽ ഉപഭോക്താവിൻ്റെ പരാതി സ്വീകരിച്ച് തെളിവെടുപ്പ് നടത്തി തീർപ്പ് കൽപ്പിക്കാനാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് അധികാരം? 1 കോടി രൂപ വരെ. സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഉപഭോക്തൃ കോടതികളേവ? സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഘടനയെന്ത്? പ്രസിഡന്റും 4-ൽ കുറയാതെ അംഗങ്ങളും. ഏത് പരിധിക്കുള്ളിൽ വരുന്ന തുകകളിലെ തർക്കങ്ങളിലാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ തീർപ്പ് കൽപ്പിക്കുന്നത്? 1 കോടി രൂപയ്ക്ക് മുകളിൽ 10 കോടി വരെ. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഉപഭോക്തൃ കോടതി ഏത്? ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഘടനയെന്ത്? പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങളും. ഏത് പരിധിക്കുള്ളിൽ വരുന്ന തുകകളിലെ തർക്കങ്ങളാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ തീർപ്പ് കൽപ്പിക്കുന്നത്? 10 കോടി രൂപയ്ക്ക് മുകളിൽ. കേന്ദ്ര സർക്കാർ ഉണരൂ ഉപഭോക്താവെ ഉണരൂ എന്ന ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് വർഷമാണ്? 2005. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം എത്ര രൂപ വരെയുള്ള പരാതികളിലാണ് അപേക്ഷാ ഫീസ് ഒഴിവാക്കിയിട്ടുള്ളത്? 5 ലക്ഷം രൂപ വരെ.